സാധാരണ ബിരിയാണികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബിരിയാണിയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫിഷ് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുവരെയുള്ള ബിരിയാണികളുടെ ഒരു മേക്കിംഗ് അല്ല ഈ ബിരിയാണിക്ക്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ് ഈ ബിരിയാണി. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാ ഞാനിപ്പോൾ ആ നെയ്മീൻ പീസ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, വിനാഗിരി എന്നിവ വെച്ചിട്ടാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ല നാടൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നാടൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സവാള, ഒരു 2 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കത് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിന് നാടൻ നെയ്യ് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. സാധാരണ നെയ്യ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നാടൻ നെയ്യ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനതെടുത്താണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വേപ്പില പറിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ ഇവിടുന്ന് തന്നെ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 4 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് 3 സവാളയും 1 തക്കാളിയും എടുത്തിട്ടുണ്ട്. എന്നാ അത് ആ സമയം കൊണ്ട് തന്നെ ഇത് ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ കശുവണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അത് ഫ്രൈ ആയി കിട്ടിക്കോളും. വേറെ വേറെ പാൻ അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പരിപാടി കഴിയും. ഇനി അത് അവിടെ നിന്ന് ഗോൾഡൻ കളറാവട്ടെ. അപ്പോൾ തന്നെ നമുക്കത് സവാളയ്ക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ അളവും വ്യത്യാസപ്പെടാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതേ സെയിം പാനിലേക്ക് തന്നെ ഓയിൽ ഒഴിച്ച് അതിലേക്ക് നല്ല നാടൻ വേപ്പില ഇട്ടിട്ട് നമുക്ക് ആ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷ് ഫ്രൈ ചെയ്തത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ബിരിയാണി വെക്കുന്ന ആ ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്തപ്പോൾ കിട്ടിയിരുന്ന ആ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ മൊരിഞ്ഞതും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവാളയും കശുവണ്ടിയുടെയും കുറച്ച് മിക്സും എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഇവിടെ വേറെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഫിഷിൽ ഫ്രൈ ചെയ്തെടുത്ത് ആ ജിഞ്ചർ ഗാർലിക്ക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതായത് ഇപ്പം നന്നായിട്ടൊന്ന് ആ ഒരു മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിൻ്റെ ആ ഒരു സവാളയ്ക്ക് തന്നെ. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. നമുക്ക് ഈ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ ഭയങ്കര ടേസ്റ്റുമായിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, റൈസ് നന്നായിട്ട് വേവണം. ഇപ്പം ഞാൻ തൈര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാല ഒന്ന് വേവണം. ഈ നന്നായിട്ട് തിളച്ച് വന്നിരിക്കുന്ന ഈ മസാലയിലേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസ്
ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒരു സൈഡും പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് ആ മസാലയും ആ ഫിഷിലേക്ക് പിടിക്കും. ഇതാ ഞാൻ 2 സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ഫിഷ് എടുത്ത് മാറ്റിയിട്ട് ആ മസാല മാത്രമാക്കി വെച്ചിട്ട് അതിലേക്ക് ചോറ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചോറ് വേവാൻ ആവശ്യമുണ്ട്. ഞാനിവിടെ 2.25 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ 2 ഇരട്ടിയായിട്ട് 5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഒരു 80% വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫിഷും കൂടി വെച്ചിട്ട് ദമ്മിലിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ടെടുത്താൽ നമ്മുടെ ഫിഷ് റെഡിയാണ്. ഫിഷ് ബിരിയാണി റെഡിയാണ്. ഞാനിപ്പം 80% വെന്ത് കഴിഞ്ഞപ്പം ആ ഫിഷ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയുടെയും സവാളയുടെയൊക്കെ മിക്സും അതും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കുക. പക്ഷേ ഒരിക്കലും പൊട്ടിക്കരുത്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ വെക്കുക. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പം ഒരു 2 മണിക്കൂറിന് ശേഷം ഞാനിതിവിടെ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. മസാലയും ആ റൈസും കൂടി നന്നായിട്ടൊന്ന് മിക്സായി നല്ല ടേസ്റ്റാണ് ആ റൈസ് കഴിക്കുമ്പോൾ തന്നെ. ഇത് എല്ലാവരും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും